പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇത് പണ്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അന്നൊരു കൂട്ടുകുടുംബവും കാര്യങ്ങളും അപ്പോൾ ഇത് മാസങ്ങളോളം ഉറക്കം തീരാകാത്ത ഒരു അമ്മയെ സംബന്ധിച്ച് കുഞ്ഞിൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള ടൈമിൽ എപ്പോഴും ആളുകൾ കൂടെ ഉള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. ലൈഫ് സ്റ്റൈലോ ഭക്ഷണ രീതിയോ അല്ലെന്നുണ്ടെങ്കിൽ മരുന്നോ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നത്തിന് സൊല്യൂഷൻ ആവില്ല. ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. പഴയ കാലത്തെ ഗ്ലോറിഫൈ ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടുകുടുംബത്തിൽ താമസിക്കാത്തതാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ കോസെങ്കിൽ എന്നേ നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്ത് തീർക്കായിരുന്നു. നമ്മൾ എത്രയോ പേരെ കാണുന്നു ഒരു വലിയ കുടുംബത്തിൽ നിന്നിട്ടും ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടും, എന്നാൽ ഹസ്ബൻഡും വൈഫും മാത്രം കാണും, ഒരു പ്രശ്നങ്ങളില്ലാതെ അവർ കാര്യങ്ങൾ സോൾവ് ചെയ്ത് പോകുന്ന എത്രയോ കുടുംബങ്ങളെ നമ്മൾ കാണും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇസ് എ പ്രോപ്പർ ഡിസീസ്. അതൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്. അത് 1/5 പോസ്റ്റ്മോർട്ടം, അതായത് പ്രസവത്തിന് ശേഷമുള്ള സ്ത്രീകൾക്ക് വരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പല റീസൺസ് ആണ്. ശരിയാണ്, ഉറക്കമില്ലായ്മ അതിനൊരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആകാം, നേരത്തെയുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആകാം, ട്രോമാറ്റിക് ലേബർ ആവാം, ആ ഹോർമോണൽ ചേഞ്ചസ് ആകാം. ഇതെല്ലാം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് അല്ലേ. നമ്മൾ ഈ പ്രസവത്തെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റ്മോർട്ടത്തിൽ ഇങ്ങനൊരു അവർ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഫീലിംഗ് വരുമ്പോൾ ആ സ്ത്രീക്ക് ഈ ഡിപ്രഷൻ്റെ കൂടെ തന്നെ ഗിൽറ്റും കൂടാണ് ഡീൽ ചെയ്യേണ്ടി വരിക. അപ്പോൾ എന്താണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുമ്പോൾ? കുട്ടിയോട് അതിയായിട്ടുള്ള ദേഷ്യം, ഭർത്താവിനോട് ഭയങ്കര ഇറിറ്റബിലിറ്റി വരാം, എനിക്കെന്താ ഇങ്ങനെ തോന്നുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ വരും. ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് കണ്ടീഷൻ. നമ്മളത് ആദ്യം മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. വേണ്ട സമയത്ത് അതിന് വേണ്ട ഹെൽപ്പ് നേടുകയാണ് വേണ്ടത്. അല്ലാതെ കൂട്ടുകുടുംബം അല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ സ്യൂഡോ സയൻസ് ഇട്ടിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ മാറ്റാൻ ഇങ്ങനത്തെ കുറേ പൊടിക്കൈകളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. വി ഷുഡ് അക്നോളജ് ദ എലിഫന്റ് ഇൻ ദ റൂം. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇസ് പ്രസന്റ്. പണ്ടും ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ പണ്ടത്തെ അമ്മമാർ എങ്ങനെയൊക്കെയോ അത് തരണം ചെയ്ത് വന്നു. അത് കൂട്ടുകുടുംബമായിട്ടൊന്നും അല്ല. അപ്പം റൈറ്റ് സപ്പോർട്ട് സിസ്റ്റം വേണം. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കാനുള്ള ഔട്ട്ലെറ്റ്സ് വേണം. അത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ടും ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്ന ഡോക്ടേഴ്സ് വേണം. ഇവരുടെ കൂടെ നിന്ന് ഇവർക്ക് എന്താണോ വേണ്ടത് അത് പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ട്ണർ വേണം. അപ്പോൾ ഇറ്റ് ഇസ് എ കമ്പൈൻഡ് എഫേർട്ട് അല്ലേ. അല്ലാതെ അതിനെപ്പറ്റി ഇങ്ങനെ സ്യൂഡോ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള കുറേ നറേറ്റീവ്സ് അടിച്ചിറക്കിയത് കൊണ്ടോ കുറേ ഫോളോവേഴ്സിന് വരുമായിരിക്കും. ഇത് കാണുമ്പം ഇതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് സ്ത്രീകളെങ്കിലും ഓക്കെ ഇത്രയെങ്കിലും പുള്ളി പറയുന്നല്ലോ എന്ന് വെച്ചിട്ട് പോകായിരിക്കും. പക്ഷെ അതല്ല. നമ്മൾ അവയർനെസ്സിനോടൊപ്പം തന്നെ അവയർനെസ് കൊടുക്കുന്നത് സയൻസ് ബേസ്ഡ് ആയിരിക്കണം, എവിഡൻസ് ബാക്ക്ഡ് ആയിരിക്കണം. എന്നാലേ കാര്യമുള്ളൂ.